അപ്പം നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ 8 സെൻറ്റിമീറ്റർ പെരിമീറ്റർ വരുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ നമ്മൾ വരച്ചു അല്ലേ. അപ്പോൾ അതേപോലെ നമ്മളടുത്ത് പറയാണ് 15 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ചുറ്റളവ് വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റ് സൈഡ് അറിയില്ല അല്ലേ. 15നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 3/4 ആണ്. അപ്പോൾ വൺ സൈഡ് 3/4 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? 15 സെൻറ്റിമീറ്റർ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഞാനിവിടെ ഒരു 15 സെൻറ്റിമീറ്റർ ലൈൻ എടുത്തിട്ടുണ്ട്. അതിനെ 4 ആയിട്ട് കട്ട് ചെയ്യണം അല്ലേ. ഓക്കെ, പക്ഷെ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 15ൻ്റെ മുന്നേ ഉള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് 4 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്കിപ്പോൾ ഒരു 12 എടുത്താൽ അതിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കൊരു 12നെ 4 ആയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് എത്രയാണ് വരിക? 3 അല്ലേ. 3 സെൻറ്റിമീറ്റർ 1 പാർട്ട് വരും. ഓക്കെ ഓക്കെ നമ്മൾ 12 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട്. ഈ 12 സെൻറ്റിമീറ്ററിന് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം 3 സെൻറ്റിമീറ്റർ ഓരോ പാർട്ടാക്കിയിട്ട് 4 പാർട്ടായിട്ട് തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതാ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ എൻഡ് പോയിൻറ്റ്സ് ആദ്യം കറക്റ്റ് ആക്കണം അല്ലേ. ഇതാ അങ്ങനെ കറക്റ്റായിട്ട് ലൈന് വരച്ചു. ഇനി ഇതിന് പാരലായിട്ടാണ് ബാക്കി ലൈൻസ് നമ്മൾ വരയ്ക്കുക. ഇതിനെ നമ്മൾ നീക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ പിടിച്ചിട്ട് നമ്മുടെ സ്കെയിൽ അതിനെ അടുപ്പിച്ച് വെക്കുക. ഇനി നമ്മൾ സ്കെയിൽ നമ്മൾ ഫിക്സ്ഡ് ആക്കിയിട്ടുണ്ട്. ഇനി സ്കെയിൽ നീക്കാതെ തന്നെ നമ്മുടെ സെറ്റ് സ്ക്വയർ സ്കെയിലിനോട് അടുപ്പിച്ചിട്ട് നമ്മൾ ഇതേപോലെ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. മൂവ് ചെയ്യുമ്പോൾ അടുത്ത പോയിന്റിൽ എത്തുമ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? പാരലൽ ലൈൻ വരച്ചു. നെക്സ്റ്റ് വീണ്ടും നമ്മൾ മൂവ് ചെയ്തു. അടുത്ത പോയിന്റിലെത്തി വീണ്ടും പാരലൽ ലൈൻ വരച്ചു. നെക്സ്റ്റ് ഒന്നും കൂടെ ഉണ്ട് അല്ലേ. 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അടുത്ത പോയിന്റിലൂടെ പാരലൽ ലൈൻ വരച്ചു. കണ്ടോ 15 സെൻറ്റിമീറ്റർ കറക്റ്റ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3/4 അല്ലേ. 15/4 എന്ന് പറഞ്ഞാൽ 3/4 ആയിട്ട് നമ്മൾ കട്ട് ചെയ്തു. 4 ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്താണ് അല്ലേ. അപ്പോൾ ഈ ഒരു 4 എണ്ണത്തിൽ ഏതിലെങ്കിലും വെച്ചിട്ട് നമുക്ക് സ്ക്വയർ വരയ്ക്കാൻ പറ്റും. എവിടെയും വെക്കാം കേട്ടോ. ഇപ്പോൾ മിസ് ഇതിലാണ് ചെയ്യണത്. ഇതൊരു സൈഡായിട്ട് എടുത്തു. അതിന് അതേ ലെങ്ത്ത് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്കാണ് വരയ്ക്കുന്നത്. ഇങ്ങോട്ടേക്ക് കർവ് വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും വെച്ചിട്ട് അതേ അളവിൽ കർവ് വരയ്ക്കുന്നുണ്ട്. കറക്റ്റ് ഓക്കെ കറക്റ്റ് ആക്കിയിട്ട് ഇതാ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം 90 ഡിഗ്രിയിലാണ് എല്ലാ സൈഡും എല്ലാ ആംഗിളും വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ ഒരു ലൈനിന് കറക്റ്റ് ആക്കിയിട്ട് വെക്കുക 90 ഡിഗ്രി. പ്രൊട്രാക്ടറിൽ എടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ കറക്റ്റ് സെറ്റ് സ്ക്വയർ ഇവിടെ കറക്റ്റാക്കി വെച്ചിട്ട് ഇത് 90 ഡിഗ്രിയിൽ ലൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെയും അതേപോലെ തന്നെ ലൈൻ ഇട്ടു. കണ്ടോ ആ ഒരു കർവും നമ്മുടെ 90 ഡിഗ്രിയിൽ വരച്ചിട്ടുള്ള ലൈനും ജോയിൻ ആകുമ്പോൾ 2 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയില്ലേ. അതിനെ നമ്മൾ ജോയിൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വയർ റെഡിയാണ്. അപ്പോൾ 15 പെരിമീറ്റർ വരുന്ന സ്ക്വയർ നമ്മൾ വരച്ചിട്ടുണ്ട്.